ഹലോ, എല്ലാവർക്കും വീണ്ടും ടർബോ ജോവിൻ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോട്ടോ വ്ളോഗ്സ് ജോവിൻ ആ പേര് മാറിയിട്ടുണ്ട്, പകരം ടർബോ ജോവിനാക്കി. കാരണം വേറൊന്നുമല്ല, ഈ മോട്ടോ വ്ളോഗ്സ് ജോവിൻ എന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ ഇപ്പോൾ കേൾക്കണം നിങ്ങൾക്കും മോട്ടോ വ്ളോഗ്സോ വ്ളോഗാണോ അങ്ങനെ ചോദ്യങ്ങളാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അതും ശരിയാ, അത് ഒരു വലിയ നീണ്ട് നിവർന്നൊരു പേര് പോലെ. അപ്പം ഞാനതൊന്ന് ചെറുതാക്കി, പക്ഷെ പവർഫുള്ളാക്കി ടർബോ. കാരണം നമ്മൾ വണ്ടികളുടെ ഫീൽഡിൽ ടർബോ എന്നുള്ളതാണല്ലോ പവർ. ട്വിൻ ടർബോ, ബൈ ടർബോ. അപ്പോൾ ടർബോ ജോവിൻ എങ്ങനെയുണ്ട് പേര്? അത് ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും നല്ല സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇനി അടുത്ത വർഷം വീണ്ടും പേര് മാറില്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പേരായിരിക്കും ചിലപ്പോൾ എടുക്കുക. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ പേര് മാറിയിട്ടുണ്ട്, ടർബോ ജോവിൻ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല യൂസ്ഡ് കാറുകൾ, അത് നമ്മുടെ ചാനലിൽ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. നല്ല കംപ്ലൈൻറ്റുകളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്നത്തെ വണ്ടിയും അതുപോലെ ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. നമ്മൾ നല്ല വണ്ടികൾ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, നല്ല മനോഹരമായ ഒരു അമ്പലക്കുളം. ഇതാണ് പൂമല ഡാം. അപ്പോൾ നമ്മൾ പൂമല ഡാമിൻ്റെ കരയിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഇന്നോവ ക്രിസ്റ്റ. നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. 2016 മോഡല് ഇന്നോവ ക്രിസ്റ്റ വി ആണിത്. VX വേരിയൻ്റ് ആണ്. അത് മുന്തിരി കളർ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം കളറാണ്, ഒരു റോയൽ കളറാണ് ഈ വണ്ടി. അപ്പോൾ ഫാമിലീസിനൊക്കെ പറ്റാവുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങണം, അതുപോലെ തന്നെ ഈ വണ്ടിക്ക് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു കാരണമുണ്ട്. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരന് എടുത്തു കൊടുത്ത വണ്ടിയാണ്. ആദ്യം +2 വരെ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച എൻ്റെ നാട്ടുകാരനായ എൻ്റെ കൂട്ടുകാരന് ഞാൻ എടുത്തു കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ സ്വന്തം കൂട്ടുകാരനൊരു വണ്ടി നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ആ വണ്ടിയെ കുറിച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നമ്മൾ നോക്കി, യാതൊരുവിധ ആക്സിഡൻറ്റോ ഫ്ലഡോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ലാത്ത വണ്ടിയായിട്ടാണ് നമ്മൾ ഈ വണ്ടീനെ എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരന് എടുത്തു കൊടുത്ത വണ്ടിയാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അത്രയും നീറ്റ് വണ്ടിയാണ്. ഇപ്പോഴും അതേ പെർഫെക്റ്റ് കണ്ടീഷനാണ്. കണ്ടീഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി സംഭവം ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് അവിടെ വരും. അതായത് ഈ വണ്ടിയുടെ വാറൻറ്റി ബുക്കാണ്, അതായത് ഓണേഴ്സ് മാനുവൽ. ഇതിൽ ഈ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എപ്പോഴും നമ്മൾ പറയും, സർവീസ് ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെയാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്? ഇതിൽ സാധാരണ ഇന്നോവ ക്രിസ്റ്റ ഒന്ന് ഇങ്ങോട്ട് നോക്കി. സാധാരണ ഇന്നോവ ക്രിസ്റ്റ ഒരു 10,000 കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യുന്നത്. ഈ വണ്ടിയുടെ മുന്നത്തെ ഓണർ, അതായത് എൻ്റെ സുഹൃത്തിലെ അതിന് മുന്നത്തെ ഓണർ പിന്നെ എൻ്റെ സുഹൃത്തും 5,000 കിലോമീറ്ററിലാണ് ഈ വണ്ടി സർവീസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ്. ഫസ്റ്റ് സർവീസ് തൊട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. 1168, രണ്ടാമത്തെ സർവീസ് 5,000, മൂന്നാമത്തെ സർവീസ് 9,987, രണ്ടാമത്തത് 15,000, പിന്നെ 20,000, 24,000, 30,000, അങ്ങനെ ഓരോ 5,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. ലാസ്റ്റ് 89,549 ഈ കിലോമീറ്ററിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. 90,000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുപോലെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററി ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ സർവീസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി അത് കിട്ടാൻ പാടാണ്, റയർ കോമ്പിനേഷനാണ് നമ്മുടെ വണ്ടി. കേരള വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ ഒരു സർവീസ് ഹിസ്റ്ററി നമുക്ക് വരുന്നത്. ഇനി വണ്ടീനെ കുറിച്ച് പറയാം. വണ്ടി എന്ന് പറയുകയാണെങ്കിൽ 2016 മോഡൽ വണ്ടിയാണ്, VX വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി മുൻവശത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വോക്ക് റൗണ്ട്. ഇതിപ്പോൾ ഞാൻ ഹിസ്റ്ററി പറഞ്ഞു, എൻ്റെ സുഹൃത്തിന് മേടിച്ചു കൊടുത്തിട്ടുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് ഒരു വീട് ഒക്കെ പെട്ടെന്ന് വെക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വണ്ടി കൊടുക്കുന്നതാണ്. വണ്ടിക്ക് ലോൺ അവൈലബിലിറ്റി ഒക്കെ നമ്മൾ ചെയ്തു തരും. അപ്പോൾ 2016 മോഡൽ 90,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടില്ല. സെക്കൻഡ് ഓണറിൽ എടുക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ ഫ്ലഡോ റീപ്ലേസ്മെൻറ്റോ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഒരു ഡീലർ എന്ന നിലയിൽ നമ്മളൊരു വണ്ടി വരുമ്പോൾ ഈ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വോക്ക് അറൗണ്ട് ചെയ്യാം. ഇതാണ് വണ്ടിയുടെ വരുന്നത്. VX മോഡലൊക്കെ ആകുമ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് പോലെയാണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് നിങ്ങൾ നോക്കാം, പെയിൻറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എവിടെയും വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. മൊത്തം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2.4 V ഇതാണ് വണ്ടിയുടെ ബാഡ്ജിങ് വരുന്നത്, ഇന്നോവ ക്രിസ്റ്റ.
അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ വണ്ടിയുടെ ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ യൂസ്ഡ് കാറിൽ എപ്പോഴും വണ്ടി വാങ്ങുമ്പോൾ വിശ്വാസ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. പക്ക നീറ്റായിട്ട് കേരള വണ്ടി നല്ല രീതിയിൽ സർവീസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുനടന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇനി മറ്റേ ആക്സിഡൻറ്റോ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അതും കൂടി നമുക്കൊന്ന് നോക്കി വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം നമുക്കിതിൻ്റെ ഇപ്പോഴത്തെ ആസ്കിംഗ് പ്രൈസിനെ കുറിച്ചിട്ടും പറയാം. വരൂ, നമുക്കിനി അത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടീനെ കുറിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എൻജിൻ ബേ എന്ന് തുടങ്ങാം. അപ്പോൾ ഒരു വണ്ടി തട്ടിയിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം എൻജിൻ ബേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വണ്ടിയുടെ ഫസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, അത് ഇവിടെ ഈ സ്റ്റാമ്പിങ് കണ്ടോ, അതായത് ഇടി കട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. ഇതാണ് കമ്പനി സ്റ്റാമ്പിങ്. അപ്പോൾ ഈ കമ്പനി സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് സീരിയൽ നമ്പർ കാര്യങ്ങൾ, എവിടെ തട്ടോ മുട്ടോ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പേസ്റ്റിങ് കാര്യങ്ങൾ എല്ലാം പക്കയാണ്. ഇതിൻ്റെ ജോയിൻ്റ് കാര്യങ്ങളൊക്കെ നോക്കുക, ഒന്നും ഒരു ഇതും വന്നിട്ടില്ല. ഈ സൈഡത്തെ ഈ പേസ്റ്റിങ് കണ്ടോ, ഈ ഒരു പേസ്റ്റിങ് ഇതൊന്നും ഒരു അനക്കം തട്ടിയിട്ടില്ല. അതായത് ഫ്രണ്ടിൽ നിന്ന് വേറെ തട്ടോ മുട്ടോ ഒന്നും വന്നിട്ടില്ല. എൻജിൻ ബേ ഒക്കെ നോക്കാം, വളരെ ക്ലീൻ ആയിട്ടുള്ള എൻജിൻ ബേ ആണ്. പുതിയ ബാറ്ററിയാണ്, വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററി കാര്യങ്ങളാണ്. എൻജിൻ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ കേട്ടോ. പിന്നെ ഇവിടെ വളരെ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു യൂസ്ഡ് വണ്ടിയുടെ രീതിയിലുള്ള തട്ടോ മുട്ടോ എന്തെങ്കിലും അങ്ങനെ ചെറിയ വല്ല സ്ക്രാച്ച് അല്ലാണ്ട് മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് ഇല്ല. ഇനി നമ്മൾ ഇപ്പോൾ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇപ്പോഴും ഒരു 50% മേലെ ഉള്ള ടയർ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട്. ഇനി നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സൈഡ്, അപ്പോൾ ഇതിൽ നമ്മൾ വേറൊരു കാര്യം നോക്കണം. ഇതിൽ ഈ ബി ജി എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്ലാസിൻ്റെ സീരീസ് വരെ. അപ്പോൾ ഇതും ബി ജി, ഇനി ഇതും ബി ജി. അപ്പോൾ നമ്മൾ ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. ഇതും ബി ജി. നിങ്ങളത് ഇവിടെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും നമ്മളത് ചെക്ക് ചെയ്ത് കാണുന്നത് ഇതും ബി ജി ആണ്, ഇതും ബി ജി ആണ്, ഇത് എവിടെ ഇതും ബി ജി ആണ്. അപ്പോൾ നമ്മളെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡ് നമ്മൾ ഡോറ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ വലിയ ഇടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ട പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോഴും എവിഡൻ്റ് ആണ്. ഇവിടെ ഒന്നും ഒരു തട്ടോ മുട്ടോ ഒന്നും വന്നിട്ടില്ല. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വണ്ടി നോക്കുമ്പോൾ കണ്ട ഇവിടുത്തെ പേസ്റ്റിങ് കാര്യങ്ങളൊന്നും ഒരു അനക്കം തട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വണ്ടിയുടെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കാം. അപ്പോൾ ഈ ഇന്നോവ VX എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ആകർഷണം തോന്നിയിട്ടുള്ള ഇങ്ങനെ വുഡൻ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല പ്രീമിയം അത് കണ്ടോ, നല്ല നമ്മൾ ടോപ്പ് വേരിയൻറ്റിൻ്റെ പോലത്തെ നല്ല പ്രീമിയം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരിക. അപ്പം നിങ്ങൾക്ക് വണ്ടി നിങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമ്മളിതിങ്ങനെ ജസ്റ്റ് കാണിക്കുകയാണ് വണ്ടി എത്ര നല്ല രീതിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. വണ്ടി നിങ്ങൾക്ക് ഒറ്റ നോട്ടമല്ല, സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അവിടെയും. പിന്നെ മാനുവൽ ട്രാൻസ്മിഷനാണ് കേട്ടോ, മാനുവലാണ്. ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെയൊക്കെ നിങ്ങൾ നോക്കാം. പിന്നെ ഇൻറ്റീരിയറിൽ വരുമ്പോൾ സാധാരണ ക്യാപ്റ്റൻ സീറ്റ് ഉണ്ടാവാറുണ്ട്, ബെഞ്ച് സീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ബെഞ്ച് സീറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫാമിലിക്കായിട്ട് പോകുമ്പോൾ എപ്പോഴും നല്ലത് ബെഞ്ച് സീറ്റാണ്. പിന്നെ നല്ല വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. നമുക്ക് മിഡിൽ നമുക്ക് ട്രേ കാര്യങ്ങൾ വരും. ആ ടോപ്പിൻ്റെ വേരിയൻറ്റിൽ വരുന്ന പോലെയുള്ള ട്രേയും കാര്യങ്ങളും, മുകളിൽ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തേർഡ് റോ, ഇതൊക്കെ ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇന്നോവ ക്രിസ്റ്റനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. ഇതൊന്നും ഞാൻ എക്സ്ട്രാ പറയണില്ല, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെന്നൊക്കെ. അപ്പം ഇത് ഞാൻ കാണിച്ചു തരുന്നത് വണ്ടി അത്ര നീറ്റായിട്ടാണ് ഈ വണ്ടി കൊണ്ടു നടന്നിട്ടുള്ളത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഡിക്കിയും കൂടിയും കാണിച്ചു തരാം. പിന്നിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നിലതെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്നിനും എവിടെയും ഒരു ഇളക്കോ തളക്കോ ഒന്നും പറ്റിയിട്ടില്ല. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഇൻഡാക്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മുകളിലായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാതും ഒരു തട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പണി നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കാണാം. മാത്രമല്ല നമ്മുടെ വണ്ടിക്ക് അതിനുള്ള കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളെ കുറിച്ച്. അപ്പം വണ്ടി നിങ്ങൾ മൊത്തത്തിലൊന്ന് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ വില വിവരങ്ങളിലേക്ക് നമുക്കിനി കിടക്കാം. അപ്പോൾ നമ്മൾ വണ്ടീനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഈ വണ്ടിയുടെ സ്പെഷ്യലാക്കുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിന് ഞാൻ മേടിച്ചു കൊടുത്ത വണ്ടിയാണ്. ഞാൻ അത്രയധികം കെയർ എടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അവനതുപോലെ തന്നെ വളരെ കെയർഫുള്ളിയാണ് വണ്ടി കൊണ്ടുനടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി. 5000 കിലോമീറ്ററിൽ സർവീസ് നടത്തിയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റകളൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. പിന്നെ ഈ വണ്ടിയുടെ ഈ കളറ് റോയൽ കളറാണ്. അപ്പോൾ ഇത്രയും നല്ല ഫ്ലഡില്ല, ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻ്റ് ഇല്ല, അത്ര നന്നായിട്ട് പൊന്നുപോലെ മുന്നത്തെ ഓണേഴ്സ് പൊന്നുപോലെ കൊണ്ടു നടന്നിട്ടുള്ള കേരള ക്രിസ്റ്റ വണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 2016 മോഡൽ വണ്ടിയാണ്, VX വേരിയൻ്റ് ആണ്. ഓക്കെ, 90,000 കിലോമീറ്റർ ആയിട്ടില്ല. നല്ല പുതിയ വാറണ്ടിയിലൊക്കെയുള്ള ബാറ്ററിയും ഒരു 50% അബോവുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 18.5 ലക്ഷം രൂപയാണ്, 18.5 lakhs. നമുക്ക് സുഹൃത്തിൻ്റെ ഒക്കെ കൂട്ടുകാരനൊക്കെ നമുക്ക് സംസാരിക്കാം, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ലോണും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലോണും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. വളരെ നല്ല വണ്ടിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ വിശ്വസിച്ച് നിങ്ങൾക്കൊരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ക്രിസ്റ്റയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യണം, ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ 8184000666 പേഴ്സണൽ നമ്പറാണ്. രാവിലെ ഒരു 10 മണി തൊട്ടിട്ട് ഒരു 5 മണി വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി അല്ല പുറമെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഒരുപാട് പുറമെയുള്ള ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് നമ്പറും കൂടിയാണ്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, നമ്മൾ റിപ്ലൈ ചെയ്ത് തരും. എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന്. നിങ്ങൾ ഇത്രയധികം പൈസ മുടക്കി ഒരു വണ്ടി വാങ്ങാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തിരിക്കും. വളരെ നല്ല വണ്ടിയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ നല്ല കിഡിലും വണ്ടികളുടെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വരും. അതായത് ലോ ബഡ്ജറ്റ് മുതൽ നല്ല ഹൈ ബഡ്ജറ്റ് വരെയുള്ള എല്ലാ വണ്ടികളും നിങ്ങൾ കാത്തിരിക്കുന്ന യൂസ്ഡ് കാർ മിക്കതും എൻ്റെ ചാനലിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.